മഹാപുരുഷരണം ഹരഹരോ ഹരഹര. അപ്പോൾ പണിക്കരി ചേട്ടനുമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ 2 എപ്പിസോഡ് ചെയ്ത് കഴിഞ്ഞ് മൂന്നാമത്തതാണ് ചെയ്യുന്നത്. ഈശ്വരീയൻ ചാനലിന് വേണ്ടിയിട്ടാണ്. ഓൾറെഡി അത് ഞാൻ കൊടുത്തു കഴിഞ്ഞു ഗായത്രിക്ക്. ചിലപ്പോൾ ഫസ്റ്റ് ഇന്ന് അപ്ഡേറ്റ് ചെയ്ത് കാണാം. ഇന്ന് ഞങ്ങൾ 24-ാം തീയതിയാണ് ഇതെടുക്കുന്നത് രായഞ്ചേട്ടൻ്റെ വീട്ടിൽ വെച്ചാണ്. വെള്ളൂർ അല്ലേ? വെള്ളൂർ 7-ാം മൈൽ. അപ്പൊ സൈക്കിള് ചേട്ടൻ ആദ്യമായിട്ട് സൈക്കിൾ ചവിട്ടിയ കാര്യം പറയണത് തിരുമേനിയുടെ. പിടിക്കാൻ എനിക്കുള്ള പൊക്കമില്ല. ചേട്ടൻ എത്ര വയസ്സുണ്ടപ്പോ? അന്ന് എനിക്കൊരു 8 വയസ്സ്. സൈക്കിൾ പോലെ അച്ഛൻ മരുന്നിന്റെ പണി അച്ഛൻ്റെ കൂടെ ഞാൻ പോരും. ഇവിടെ വന്നിരിക്കും. അന്ന് മുണ്ടൊന്നുമില്ല, ഒരു കോണകം മാത്രമേ ഉള്ളൂ. കോണകം മാത്രമേ ഉള്ളൂ. ഓ, അത് ശരി. അങ്ങനെയാണ് പിള്ളേര് നടക്കണത്, കോണ കൊടുത്താണ്. അത് മാത്രമേ ഉള്ളൂ. സ്കൂളില് ഞാനൊരു തോർത്ത് കൊണ്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എത്രാം ക്ലാസ് വരെയുള്ള സ്കൂളാണ് അവിടെ? 5-ാം ക്ലാസ് വരെ ഉള്ളൂ. 5-ാം ക്ലാസ് വരെയുള്ള സ്കൂളാണ്. 5-ാം ക്ലാസ് വരെയുള്ള കുട്ടികളൊക്കെ തോർത്ത് കൊണ്ട് കൊടുത്താണ് വരുന്നത്. ഷർട്ട് കൊണ്ട് വരുന്ന പിള്ളേരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ എനിക്ക് ഷർട്ട് ഒന്നുമില്ല. ഓ, സാമ്പത്തികം അനുസരിച്ച് നിക്കർ ഇടുന്നവരുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ആണ്. യൂണിഫോം ഉണ്ടായിരുന്നു സ്കൂളിൽ? യൂണിഫോം ഒന്നും ഇല്ല. എന്താണ്, നാളം മറക്കാനുള്ള തുണി കിട്ടാൻ വഴിയില്ല. എന്തെങ്കിലും കാണും. അത് ഈ പുല്ല് പറിക്കാൻ പോകാൻ വേണം, കുളിക്കാൻ വേണം. യൂണിഫോം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇന്നത്തെ പോലെ നീല എന്ന് പറയണ നീല പോണാൻ എടുത്തുകൊണ്ട് വരണമെന്ന് പറയേണ്ടി വരും. വെള്ള തുണി കാണും. അപ്പൊ ഈ പെൺകുട്ടികളൊക്കെ അന്ന് എന്ത് വേഷം ഇട്ടിരുന്നു? പെൺകുട്ടികൾ എങ്ങനെയാന്ന് വെച്ചാല് അന്ന് ബെറ്റിക്കോട്ട് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. ബെറ്റിക്കോട്ട്. അത് പേരിനേ ഉള്ളൂ. അവർ ഉടുക്കുന്ന നമ്മുടെ ഈ കോണ കൊടുക്കുന്ന അവർ നെയ്യില്ല, നമ്മളെ ഈ കമുകിന്റെ കൂമ്പാളയം പറഞ്ഞ ഓല ഉണ്ടാകുന്ന പാളയല്ല, അതിന്റെ കായ ഉണ്ടായല്ലേ, അതിനൊരു പോളയുണ്ട്. അതെടുത്ത് കൊടുക്കും. നമ്മൾ ആമ്പിളുടെ കോണ കൊടുക്കുന്നതിന് പകരം ഈ പെൺപിള്ളേരെ ഇതാ പിടിപ്പിക്കുന്നത്. അത് ശരി. പിന്നെ സാമ്പത്തികമുള്ള വീടാണെങ്കിൽ അവരുടെ ഫ്രണ്ടിലായിട്ട് ഈ വെള്ളിയുണ്ട്, ആടുകം പോലെ ഉണ്ടാക്കിയിട്ടും വെള്ളിയുണ്ട്. അതാ സാമ്പത്തികം ഉള്ളവരാണ്. അല്ലാത്തവർക്ക് അതാണ് ഈ നിക്കർ പോലെ ഉടുപ്പിക്കണത്. ഇതിലൊക്കെ നടക്കും. 5 വർഷം വയസ്സൊക്കെ പിള്ളേരുടെ അറിവ് നടക്കുന്ന ഈ 5 വർഷം വയസ്സൊക്കെ ആയ പിള്ളേരാണ് പറയാത്തറിയും ഈ കുടുംബാള ഉത്സവം നടക്കുന്നത്. നമ്മുടെ ആൾക്കാരൊക്കെ ആണെങ്കിൽ കോണ കൊടുക്കും. മറ്റേ ക്രിസ്ത്യാനികളെ അങ്ങനെയുള്ളവരാണെങ്കിൽ ശീല കിട്ടും. ശീല കിട്ടുന്നതിനെ കോണം പോലെ തന്നെ അതിന് വള്ളിയുണ്ട്. നമുക്ക് അരിഞ്ഞാണോ ഉണ്ട്. സാമ്പത്തികം ഉള്ളവർക്ക് അരിഞ്ഞാണം, അല്ലാത്തവർക്ക് അരഞ്ഞാണ ചരട് കെട്ടും തുണി കൊണ്ട്. ഓ, അത് ശരി. അങ്ങനെയാണ് ഇനി പോകുന്നത്. എന്നാലും ഷർട്ട് വന്നിട്ട് ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. അപ്പൊ ചേട്ടൻ സൈക്കിള് എത്ര വയസ്സിൽ ചവിട്ടി? സൈക്കിൾ ഞാനൊരു 7 വയസ്സുള്ളപ്പോൾ കാടിനിടെ ഈ സൈക്കിളിനെ കമ്പിക്കിടയിൽ ഇതിനെ പറ്റിയല്ല, ഈ കമ്പിയുടെ ഇടയിൽ ഇട്ടിട്ട് തൊങ്കി പോകും. എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ തുടച്ചു വെന്നും ഇവിടെ വന്നുകൊണ്ട് വെക്കും. വെച്ച് കഴിഞ്ഞാൽ ഇത് തുടച്ചു വെക്കുന്ന ഞാനാ. ഞാൻ രാവിലെ വന്നാൽ പിന്നെ വൈകുന്നേരം അച്ഛനോടെ പോകും. അങ്ങനെ ഇവിടെ കഴിയുന്നതോ കൂടി അന്നുള്ളൊരു അടയാളമാണിത്. അതിന്റെ സ്മാരകമായിട്ടുള്ള അങ്ങനെയൊക്കെ കഴിഞ്ഞ കൂടി വന്നു. എനിക്കറിയാമല്ല, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് 4 വയസ്സുള്ളപ്പോൾ അവരെ അച്ഛൻ്റെ കൂടെ അമ്പലത്തിൽ വരാൻ തുടങ്ങി. അന്ന് ഭക്തി കൊണ്ടല്ല വരുന്നത്. അമ്പലത്തിൽ വന്നാലേ ഈ മലര് കിട്ടും. അത് വെക്കരുത് കേട്ടോ, അതിന്റെ സൗണ്ട് വരരുത്. മലര് കിട്ടും. പിന്നെ ഉറപ്പായുസുണ്ട്. ആദ്യത്തെ എതിർച്ചപ്പൂജയുടെ നേതൃത്വമുണ്ട്, അത് കിട്ടും. അതിനു വേണ്ടി അച്ഛനോട് വരുന്നെന്നും. അങ്ങനെ 4 വയസ്സുള്ളപ്പം മുതൽ അമ്പലത്തിൽ വരാൻ അങ്ങനെയാണ് അമ്പലമായിട്ട് ബന്ധപ്പെട്ട് പോരുന്നത്. അത് ഭഗവാൻ ചെയ്തുകൊണ്ടിരുന്നു. എത്ര വയസ്സ്? 4 വയസ്സുള്ളപ്പോൾ അച്ഛനോട് വരാൻ തുടങ്ങിയത് അമ്പലത്തില്, ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തില്. അതിങ്ങനെ പോകുന്നു ഞാൻ ചെയ്യാത്ത ഒരു പണിയും. അപ്പൊ അവിടെ സേവകനായിട്ട് എപ്പോ കയറി? സേവകനായിട്ട് ഞാനൊരു പറയുകയാണെങ്കിൽ 8-9 വയസ്സോടെ തുടങ്ങി. 9 വയസ്സുള്ളപ്പോൾ 9 വയസ്സ് തുടങ്ങി. എന്താന്ന് വെച്ചാൽ ഇല കണ്ടിച്ചു കൊടുക്കും. എന്തെങ്കിലുമൊക്കെ ഈ ശാപ്പാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും. ഞാൻ ചുമ്മാ ഇരിക്കില്ല. അന്ന് ഞാനൊരു ചെറിയ എങ്ങനെയാണെന്ന് വെച്ചാൽ അന്നും ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ഒരു ഭയങ്കര താരം.
ആൾക്കാരുടെ അടുക്കൽ ഞാൻ വളരെ ഇന്ന് താരം എന്ന് പറഞ്ഞ പോലെ അന്നും താരമാണ്. അന്ന് ഇതാണ് എന്നു വെച്ചാൽ ഞാൻ വളരെ താഴ്മയായിട്ടും വളരെ ആത്മാർത്ഥമായിട്ടും. അതെന്താണെന്ന് അറിയാമോ ചേട്ടാ? ഇപ്പൊ ചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരിക്കണത് എല്ലാ മോനെ സൗണ്ട് വയ്ക്കരുത് പ്ലീസ് കേട്ടോ. എല്ലാ ക്ഷേത്രങ്ങളിലും ഈ ദൈവം ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാരുണ്ട്, മനസ്സിലായി? ദൈവത്തിന് വേണ്ടപ്പെട്ട ആൾക്കാർ. അപ്പോൾ ഇപ്പൊ ചേട്ടൻ പറയും ഞാനൊന്നുമല്ല, ഞാൻ എന്ത് പറയാനാണെന്ന് പറയും. പക്ഷെ ചേട്ടന് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഇഷ്ടമായത് കൊണ്ട് അവിടെ നിൽക്കുകയും ആ ഇല്ലത്തെ സേവകരായിട്ട് അവർ 9 വയസ്സ് തൊട്ട് ചേട്ടനെ നിർത്തുന്നത്. അഹങ്കാരമല്ല, അഹങ്കാരം എനിക്കില്ല എന്ന് പറയുന്നത്. ബാത്റൂം കഴുകുക മുതൽ സ്വയം ചെയ്യുക. ബാത്റൂം കഴുകണം എന്നോട് പറയുകയല്ല, ഞാൻ ആ ബാത്റൂം കഴുകുക, അങ്ങനെയെല്ലാം ചെയ്യും. എന്തെല്ലാം ഉണ്ട്, എവിടെയും കയറാനും ഇറങ്ങാനുമുള്ള സ്വാതന്ത്ര്യം എനിക്ക് മാത്രമല്ല. ചേട്ടാ, ഈ ബാത്റൂം കഴുകണ കാര്യം പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം. ഒരു സംഭവം ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചതാണ്. ഇതൊരു നടന്ന സംഭവമാണ് കേട്ടോ. ഒരു 25-30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചതാണ് പേപ്പറിൽ വാരികയില മറ്റേ വായിച്ചതാണ്. ഇന്ത്യയിൽ നിന്ന് എല്ലാവരും പണ്ട് അമേരിക്കയിൽ പോകുമായിരുന്നു ജോലിക്ക്, ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് നല്ല ഡിഗ്രി വാങ്ങിച്ചിട്ട് ഒരാൾ എഞ്ചിനീയറൊക്കെ ആയിട്ട് അമേരിക്കയിൽ പോയി. നടന്ന സംഭവം. ഇപ്പൊ നമ്മളിത് കാണുന്ന കുറേ പേര് ഇത് വായിച്ചു കാണും. അപ്പൊ അമേരിക്കയിൽ പോയപ്പോഴത്തേക്ക് ആദ്യം ചെന്ന് ഓഫീസിൽ ചെന്ന് മേലധികാരിക്ക് ഇതെല്ലാം കൊടുത്തു. ഓക്കെ, ഇന്ന് തൊട്ട് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. നല്ല കാശാണ്. അപ്പൊ അന്ന് എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് പോയിട്ട് ബാത്റൂം കഴുകാൻ പറഞ്ഞു. മനസ്സിലായി? അപ്പോൾ പുള്ളി വിചാരിച്ചു ഞാൻ ഇത്രയും ഡിഗ്രി ഒക്കെ വാങ്ങിച്ച് ഭയങ്കര ശമ്പളമാണ്, ലക്ഷങ്ങൾ ശമ്പളമാണ്, ഞാൻ ഈ ബാത്റൂമാണ് കഴുകേണ്ടതെന്ന് വിചാരിച്ചു പുള്ളി. ഇത് കഴുകുക എന്തോ ആട്ടോ, മനുഷ്യർ കാശ് കിട്ടിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് എന്ന് പുള്ളി ബാത്റൂം കഴുകി. എന്നിട്ട് പിന്നെ പുള്ളിക്ക് ഇരിക്കാൻ സീറ്റ് കൊടുത്ത് അത് ഇത് ചെയ്തു. പിന്നെ അന്ന് വേറെ വർക്കൊന്നും ഇല്ല. അപ്പോൾ പുള്ളി വിചാരിച്ചാ എനിക്ക് ബാത്റൂം കഴുകലാണ് ഇവിടെ ജോലി എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇങ്ങനെ നേരെ വന്ന് ഒപ്പിട്ടിട്ട് നേരെ ബാത്റൂം കഴുകാൻ അവിടെ ചെന്നപ്പോൾ ഈ മേലധികാരിയാ കഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഇന്ന് എന്റെ ടേൺ ആണ് എന്ന് പറഞ്ഞാൽ അവിടെ ബാത്റൂം കഴുകണതൊക്കെ ഈ സ്റ്റാഫാണ് കഴുകുന്നത്. അപ്പൊ അത് കഴുകുന്നത് ചേട്ടൻ അത് ചെയ്ത കാര്യം നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ നമ്മൾ പോകണം. അതുകൊണ്ടാണ് ചേട്ടൻ ഇന്ന് ഇവിടെ എത്തിയിട്ട് ഈ 86-ാം വയസ്സിൽ ചേട്ടന്റെ ഈ വീഡിയോ ആയിരക്കണക്കിന് ആൾക്കാരാണ് കാണാൻ പോണത്. വെള്ളൂർ സുബ്രഹ്മണ്യ സ്വാമി ഭഗവാന്റെ എന്താണ് സേവകൻ എന്നുള്ള രീതിയിൽ ആ സുബ്രഹ്മണ്യ സ്വാമിയാണ് തീരുമാനിച്ചത്. അപ്പൊ അന്ന് ചേട്ടനെ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു ദേവിയോട്, ഈ ചേട്ടന് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ ദേവി, ഈ ചേട്ടനെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞപ്പോ അത് ഇവിടുത്തെ പണിക്കരി ചേട്ടനാണ്, അമ്പലത്തിലെ ആളാണെന്ന് പറഞ്ഞ് ചേട്ടനെ വന്ന് കാണുകയും ചേട്ടനെ നമസ്കരിക്കുകയും. അത് എന്റെ ഇതല്ല, എന്താന്ന് പറഞ്ഞില്ലേ, ഞാൻ ഇത്രയും നേരം പറഞ്ഞില്ല, ഞാൻ അന്ന് മുതൽ വന്നപ്പോഴും എനിക്ക് വേണ്ടി ഞാൻ ചോദിക്കാറില്ല. ഞാൻ എനിക്ക് വേണ്ടി അന്ന് അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അന്ന് ഇതുപോലെ കൊടിമരവും നാലമ്പലവും എല്ലാം ഉണ്ട്, ആ ക്ഷേത്രക്കളവും എല്ലാം ഉണ്ട്. അപ്പൊ ഈ അന്ന് നട തുറക്കണം എത്ര മണിക്കാണ്? നട തുറക്കുന്ന ശാന്തിക്കാരി അവിടെ തന്നെയാണ് താമസം. രാവിലെ 5 മണിക്കൊക്കെ തുറക്കും. 5 മണിക്ക് തുറക്കും. എത്ര മണിക്ക്? എന്നിട്ട് എത്ര മണിക്ക് അടയ്ക്കും? 10:00. ഓക്കെ അത് പറഞ്ഞു. ഞാനിത് ചേട്ടന് 9 വയസ്സുള്ളപ്പോ കാര്യമാണ് ഞാൻ ചോദിക്കണം. അന്ന് 10:00 ആയെന്ന് എങ്ങനെ തിരിച്ചറിയും? ഇപ്പൊ ചേട്ടന്റെ കയ്യിൽ വാച്ച് ഉണ്ട്, അന്ന് വാച്ചില്ല. അന്ന് പിന്നെ സാമാന്യ അന്നൊരു 35-40 വയസ്സുള്ള ആൾക്കാർക്കൊന്നും വാച്ചും വേണ്ട, ക്ലോക്കും വേണ്ട, ഒന്നും വേണ്ട. അവരിങ്ങനെ നിഴല് നോക്കും. ഇതെന്റെ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണൻ പ്രാന്തിരി തിരുമേനി പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അതറിയാനാണ് ഞാൻ ചോദിച്ചത്. നിഴല് നോക്കിയിട്ട് ഇത്ര സമയമായെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അങ്ങോട്ട് മാറ്റമില്ല. ചേട്ടനും അറിയാമായിരുന്നു, ആ വിദ്യ പഠിച്ചിട്ടുണ്ട്. അറിയാൻ പാടില്ല എന്ന് തന്നെ പറയും. ഓക്കെ, അത് 10:00 അടയ്ക്കും. പിന്നെ എത്ര മണിക്ക് തുറക്കും? പിന്നെ 4-5 മണിയാകുമ്പോൾ തുറക്കും. 4-5 മണിക്ക് തുറക്കും. എന്നിട്ട് വൈകിട്ട് 8:30 ആവും. അപ്പൊ ചോദിക്കട്ടെ, അപ്പൊ അമ്പലത്തിൽ അന്ന് ആൾക്കാർ കൂടുതൽ വരുന്നുണ്ടായിരുന്നു? അന്ന് പറഞ്ഞാല് നമ്മളിൽ താന്ന ആൾക്കാരില്ല. അതെന്താ വരാത്തത്? അന്ന് ക്ഷേത്രപ്രവേശനം ഇല്ലല്ലോ. ഉണ്ടെന്ന് പറയാൻ ഇവിടെ എന്നും വരുന്നതിന് ഇവിടെ പണക്കമില്ല, അമ്പലത്തിൽ പണക്കമില്ല. ആരെങ്കിലും വന്നാ തിരുമേനി വേണ്ടെന്നൊന്നും പറയില്ല, വരികില്ല. നമ്മുടെ ആടിന്റെ ഉള്ളി വരെ ആലിന്റെ അവിടം വരെ വരും. അത് കഴിഞ്ഞ് പിന്നെ അത്യാവശ്യമാണെങ്കിൽ അന്നും ബച്ചാടിയുണ്ട്. തിരുമേനി പറയും ഇങ്ങോട്ട് പോരാൻ പറയും. ഇല്ലത്തെ തിരുമേനിയും പറയും ഇങ്ങോട്ട് പോരാ എന്ന് പറയും. അങ്ങനെ ഇപ്പൊ ഈ ഡോക്ടർ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ അച്ഛനും ആയിട്ടാണ് ഇവിടെ ഈ എല്ലാവർക്കും തുല്യതയായിട്ടുള്ള ഇവിടെ ക്ഷേത്രപ്രവേശനം
വിളംബരം ആകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കൊടുത്തതാണ്. വരികയിലായിരുന്നു. ഇത് നോട്ട് ദി പോയിന്റ്. ക്ഷേത്രപ്രവേശന വിളംബരം ചിത്രതിരുനാൾ മഹാരാജാവ് പറയുന്നതിന് മുമ്പ് തന്നെ ആർക്ക് വേണമെങ്കിലും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അവിടുത്തെ ഇല്ലത്തെ തിരുമേനി ഇത് ചെയ്തതാണ്. പക്ഷെ ആരും വരികയില്ല. അവർക്ക് തൊട്ടുകൂടായ്മ പ്രശ്നമല്ലായിരുന്നു. അങ്ങനെയുള്ള ഇന്നുമില്ല. ഇന്ന് പോക്കട്ടെ, അല്ല അന്നത്തെ കാലത്ത് ഇപ്പൊ പലരും പറയണത് അന്ന് ബ്രാഹ്മണർ അങ്ങനെ ചെയ്തു, പൂഹോയ് പറഞ്ഞു പോയി, ഇത്ര അടി അകലത്തിൽ. ബ്രാഹ്മണർ അങ്ങനെ ചെയ്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഈ ബ്രാഹ്മണരെ ഇവര് ചെയ്തിട്ടില്ല. അല്ല, അങ്ങനെ ഏതെങ്കിലും ബ്രാഹ്മണർ ചെയ്ത് ചേട്ടന് അനുഭവം ഉണ്ടോ? ചേട്ടന്റെ നേരിട്ട് അനുഭവം ഉണ്ടോ? നേരിട്ട് അനുഭവം എന്ന് പറയാൻ എനിക്കില്ല. ഇല്ല, ചേട്ടനില്ല. പറഞ്ഞു കേട്ടുള്ള അറിവേ. പറഞ്ഞു കേട്ടുള്ള. എന്നാൽ ഇവിടെയുള്ള ഒരു വലിയൊരു ആളുണ്ടായിരുന്നു. അദ്ദേഹം കുളിച്ച് വന്ന ആരും വരുന്ന കുളിച്ചിട്ടല്ല. കുളിച്ച് വന്നു കഴിഞ്ഞു. കുളിച്ചു വന്ന ആരുമായിട്ട് യാതൊരു കുളിച്ച് വന്നു കഴിഞ്ഞാൽ അല്ലാത്തപ്പോ കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. കുളിച്ച് വന്നു കഴിഞ്ഞാൽ ജോലി പോയ എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി പോകുന്നത്. ഈശ്വര സിദ്ധനായിരുന്നു. സിദ്ധിയുള്ള ആളായിരുന്നു. സിദ്ധിയുള്ള ഇവിടെ വന്ന് വേലായുധ എന്ന് വിളിച്ചാൽ വേലായുധാമി ഇറങ്ങി വരും. അത്രയ്ക്ക് ഇതുള്ള ആളായിരുന്നു. അദ്ദേഹമായിട്ട് ഞാൻ വളരെ അദ്ദേഹത്തിനെയും പാതോട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചേട്ടന് അമ്പലത്തിൽ 9ാമത്തെ വയസ്സ് തൊട്ടുണ്ട്. അപ്പൊ ചേട്ടന് ഒരു അവിടുത്തെ ജീവനക്കാരനായിട്ട് എപ്പോ തൊട്ട് തുടങ്ങി ചേട്ടൻ? അതോ അന്ന് എന്ത് തരുമായിരുന്നു? അവിടെ പടച്ചോറ് തരുമോ? അന്നും ജീവനക്കാരനല്ല, എന്നെയും ജീവനക്കാരനല്ല. വേറെ കാര്യമുണ്ട്. ജീവനക്കാരനാകണമെങ്കിൽ വേതനം വാങ്ങിക്കണം. വേതനം വാങ്ങിക്കണം. ചേട്ടൻ വാങ്ങിക്കുന്നില്ല? ഇല്ല, ഞാൻ വാങ്ങിക്കുന്നില്ലെന്ന് പറയാൻ വരാം. ഇപ്പോഴേ ഈ ഒറ്റനാരിക സമർപ്പണമുണ്ടല്ലോ, അത് പിന്നെ പറയണമെന്നില്ല. ചേട്ടന് പറയണമെങ്കിൽ പറയാം. അല്ല, അങ്ങനെ ഒന്നും അല്ല, ഞാനൊന്നും പേടിക്കാല്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അന്ന് ചേട്ടന് 9 വയസ്സ് മുതൽ അത് പഠിത്തം നിർത്തി, 5ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി. അപ്പൊ ചേട്ടന് വരുമാനം എന്ന് പറഞ്ഞ എന്തുണ്ട്? ഞാൻ എന്തെങ്കിലുമൊക്കെ പണിക്കും. എന്തെങ്കിലുമൊക്കെ പണിക്കും. എന്ത് പണി പറഞ്ഞാൽ അന്ന് എന്താണ് കിട്ടിക്കൊണ്ടിരുന്നത്? ചേട്ടൻ ഒരു ദിവസം പണിക്ക് പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? എനിക്ക് പണിക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ 70 പൈസ പറയുകയാണെങ്കിൽ രൂപ പറയുകയാണെങ്കിൽ കാല് കയറ്റി വെച്ചോ? കാല് കയറ്റി വെച്ചോ? രൂപ പറയുകയാണെങ്കിൽ 3/4 രൂപ. ഇന്നത്തെ പൈസ പറയുകയാണെങ്കിൽ 75 പൈസ. അണയാണ് 8 അതെ. ഇപ്പൊ ഇന്നത്തെ 75 പൈസ ചേട്ടന് എത്ര കോയിനുകളായിട്ടാ കിട്ടണം? എത്ര നാണയങ്ങളായിട്ടാ കിട്ടണം? ആദ്യമേ ചക്രമായിരുന്നു. ചക്രവും മുളവും. പിന്നെ ചക്രം കഴിഞ്ഞ അണയായി. ആദ്യമേ ചക്രം 28 ചക്രം 1 രൂപ. 28 ചക്രം 1 രൂപ. ആ 1 രൂപയായത് എന്നാണ്? ആ 1 രൂപ എന്നുള്ള കണക്ക് വന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. അതിന് മുമ്പ് ഇതാണ് ചക്രവും. അപ്പൊ ഈ നോട്ട്, ഈ 1 രൂപ നോട്ടുണ്ട് പണ്ട്. ഈ 1 രൂപ നോട്ട് ചേട്ടൻ എത്രാമത്തെ വയസ്സിലാണ് ആദ്യം കാണുന്നത്? ആദ്യം കാണുന്നത് ഈ ഒരു 10 രൂപ എൻ്റെ കയ്യിൽ ആദ്യം എനിക്ക് കിട്ടുന്നതാണ്. 10 രൂപ കിട്ടി. 10 രൂപ എനിക്ക് തന്ന ഒരാളെ. ഒറ്റ രൂപ 10 രൂപയുടെ ഒരു നോട്ട്. ഒരു 10 രൂപയുടെ ഒരു നോട്ട്. നമ്മുടെ ഈ മാളികയില്ലേ, ഈ മാളികയുടെ ക്രാസി വാർത്ത് വെച്ചു. ക്രാസി വാർത്ത് വെച്ചപ്പോൾ 51 ഓർക്കണം. 51 1951 അന്ന് 10 രൂപ എന്ന് പറഞ്ഞാൽ ഭയങ്കര കാശാണ്. ഭയങ്കര കാശെന്ന് പറഞ്ഞാൽ എന്നോടുള്ള താല്പര്യത്തിന് തന്നതാ. അത് ശരി. എന്താണെന്ന് വെച്ചാല് വെള്ളം കോരിക്കൊണ്ട മോളിൽ കൊണ്ട് വെക്കും വേറെ ആളെ. പിന്നെ ആ 10 രൂപ ചേട്ടൻ്റെ കയ്യിൽ ഇപ്പോഴുണ്ടോ? ഇല്ല, ഉണ്ടെങ്കിൽ മിനിമം 10 ലക്ഷം രൂപ കിട്ടും അതിന്. അതെ, അന്നേരം കൊണ്ട് അച്ഛനെ ഏൽപ്പിച്ചു. അതെന്തിനാ? വെള്ളം കോരി വെച്ചതിന്. വെള്ളം കോരി ഇവിടെ വെക്കും. ഈ ക്രാസി നനച്ചണം. ആ തന്ന ചേട്ടന്റെ പേരെന്തായിരുന്നു? അന്ന് കുഞ്ഞണ്ണൻ തന്നെ അറിയപ്പെടുന്നത്. അദ്ദേഹം അല്ല, അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? തന്നയാളെ കുഞ്ഞുവേലു ചേട്ടൻ. കുഞ്ഞുവേലു ചേട്ടന്റെ അല്ലെങ്കിൽ ചേട്ടനോ അല്ലെങ്കിൽ ചേട്ടന്റെ കുടുംബക്കാര് കാണും, അവരിത് കാണട്ടെ. ആദ്യമായിട്ട് ചേട്ടന് 1951 10 രൂപ തന്നു. 10 രൂപ. അത് ഈ വെള്ളം കോരി വെച്ചിരിക്കുന്നതാണ്. ഞാൻ ഈ വെള്ളം എടുത്ത് നനയ്ക്കുകയാണ്. അതിനു വേണ്ടി ആദ്യം തരുന്ന 10 രൂപയാണ്. അപ്പൊ ചേട്ടൻ എന്തൊക്കെ പണി ചെയ്തിട്ടുണ്ട്? തെങ്ങയിലൊക്കെ കയറാൻ അറിയാമായിരുന്നു? തെങ്ങ കയറാൻ പോകും. ആരെങ്കിലും തേങ്ങ ഇടുന്നവരായാലും ചമ്പൻ എടുക്കാൻ പോകും. ചമ്പൻ വാക്ക് പറിക്കാൻ. അങ്ങനെ ആര് എന്ത് പണി പറഞ്ഞാലും തൂമ്പ പണി ചെയ്യും. തൂമ്പ പണി ഞാൻ ഇപ്പൊ നിർത്തിയിട്ട് 5 കൊല്ലേ ആയുള്ളൂ. ഇത് അപ്പൊ ചേട്ടൻ സ്വന്തമായിട്ട് സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ടോ? സൈക്കിളോ സ്കൂട്ടറോ വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല, ഒന്നും മേടിച്ചിട്ടില്ല. ഇല്ല, ഞാൻ മേടിച്ചിട്ടില്ലെന്ന് പറയാൻ വരാം. മോനുണ്ടാക്കാൻ പാവണി ഞാൻ ഓട്ടോറിക്ഷ മേടിച്ചു കൊടുത്തു. ചേട്ടൻ എത്ര മക്കളാ? എനിക്ക് 5 മക്കളാ. 5 മക്കള്. 5 ആൺകുട്ടികളാ? അല്ല, ആൺകുട്ടി ഒന്നേ ഉള്ളൂ. 4. ഏറ്റവും മൂത്ത ആള് പെണ്ണാണ്. അവർക്ക് 2 പെൺമക്കളാണ്. അത് മൂത്ത വെച്ചാൽ അധ്യാപികയാണ്. അവിടെ എന്നെയും കഴിഞ്ഞ് എമ്പട്ടും കഴിഞ്ഞു. അവിടെ ഇപ്പൊ പുതുപ്പള്ളി ജോൺ ബോസ് എന്ന് പറഞ്ഞ സ്കൂളുണ്ട്, അവിടെ പഠിപ്പിക്കുകയാണ്.
അവിടെ ഇതൊക്കെ വീഡിയോയിൽ വരും, കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. അവിടെ അനിയത്തി എഞ്ചിനീയർ, ഓ അത് ശരി. അവളെ അമേരിക്കയിലാക്കാൻ, ആ അതും ഭഗവാൻ തന്നൊരു. അതല്ല, അത് ഞാൻ പറയാൻ വെച്ചിരിക്കുന്ന ഒരു പോയിന്റ് ആണ് ചേട്ടാ. ഞാൻ വീഡിയോ ഗായത്രിയായിട്ട് പറയാൻ വെച്ചിരിക്കുന്നത് കാര്യം എന്താണെന്ന് അറിയാം. ഒന്ന്, അമ്പലങ്ങളിൽ ഇങ്ങനെ സേവ ചെയ്യുന്നത്. രണ്ട്, ഈ സ്കൂളിന്റെ അടുത്ത് മിഠായി വിൽക്കാനും പണ്ട് പിള്ളേർക്ക് നാരങ്ങ വെള്ളമൊക്കെ കൊടുക്കും എന്ന് പറഞ്ഞാൽ കാശുണ്ടെങ്കിൽ കൊടുത്താൽ അതില്ലെങ്കിലും പിന്നെ തന്നാൽ മതി മക്കളെ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ടണ്ടിപ്പരി എന്താണ് കശുവണ്ടി കൊണ്ടേ കൊടുത്താലും നാരങ്ങ മിഠായി അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കൊടുക്കും. അങ്ങനെയുള്ളവരുടെ മക്കളൊക്കെ, കൊച്ചുമക്കള് ഒക്കെ ദൈവം കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ കുറെ അധികം ഉദാഹരണങ്ങൾ എനിക്കറിയാം. അങ്ങനെയാണെന്തോ വേറെ ഉണ്ട്. പിന്നെ ഭഗവാൻ എന്നെ ഈ നിലയിൽ എത്തിച്ചത് എങ്ങനെ, എൻ്റെ കഷ്ടപ്പാടും പിന്നെ അന്ന് ഞാൻ ഈ സത്യം കിട്ടി. ഞാൻ ചോദിക്കട്ടെ, ചേട്ടനെ ഇപ്പൊ ഒരു സീരിയലിൽ അഭിനയിക്കാൻ വിളിച്ച്, സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചാൽ ചേട്ടൻ പോകുമോ? ആരെന്തിനു വിളിച്ചാലും ആകാൻ വേണ്ടി പോകും. അപ്പൊ ചേട്ടന് എന്റെ ആഗ്രഹം അതാ, ചേട്ടൻ എന്താണ് വലിയ സ്ക്രീനിൽ വരണം, അതായത് സീരിയലില്ല സിനിമയിലെ ചേട്ടൻ വരണം. വെള്ളൂർ വേലായുധ സ്വാമി, സുബ്രഹ്മണ്യ സ്വാമി, ഭഗവാൻ തീരുമാനിക്കണം. എന്റെ ഒരു ആഗ്രഹം പറഞ്ഞതാണ്. ഭഗവാൻ തീരുമാനിക്കുന്ന. അപ്പോ ഇതായി, ചേട്ടൻ സ്വന്തമായിട്ട് സൈക്കിൾ വാങ്ങിച്ചിട്ടില്ല. മക്കൾക്ക് മൂത്ത മോള്, രണ്ടാമത്തെ ആള് ആരാണ്? രണ്ടാമത്തെ ആള് പിന്നെ ഇപ്പം അവിടെയും വിവാഹം കഴിച്ചു. ഒരു കാര്യം പറയട്ടെ, ഇതിനൊക്കെ വേറൊരാളുണ്ട്, ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ പേരെന്താ? ചേച്ചി മരിച്ചുപോയി. മരിച്ചുപോയി. എന്താ പേര്? രാജമ്മനായിരുന്നു. എത്രാമത്തെ വയസ്സിലാ കല്യാണം കഴിച്ചത്? ഞാൻ 27ാമത്തെ വയസ്സിൽ. അപ്പൊ ആ ചേച്ചിക്ക് എന്ത് പ്രായം ഉണ്ടായിരുന്നു? 21 വയസ്സായി. 21 വയസ്സുണ്ടായിരുന്നു. അന്ന് എത്രാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കാമായിരുന്നു? അന്ന് ഒരു 16 വയസ്സ് 17 വയസ്സോളം അന്ന് ബാലൻ വിവാഹവും എതിർപ്പൊന്നും ഇല്ല. ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ എന്റെ അമ്മൂമ്മ പറഞ്ഞ് എനിക്കറിയാം. അമ്മൂമ്മയ്ക്ക് 9ാമത്തെ 10ാമത്തെ വയസ്സ് കല്യാണം നടന്നു. അന്ന് അപ്പൂപ്പന് 14-15 വയസ്സുണ്ട്. ഞങ്ങൾ ഈ കൊങ്ങിണിവാരെന്ന് പറയുന്ന ബ്രാഹ്മണർ, ഗൗഡസാരസ ബ്രാഹ്മണർ എന്ന് പറയും. അപ്പൊ അന്ന് ഞങ്ങളുടെ ഒരു ആചാരം എന്തായിരുന്നു എന്ന് വെച്ചാൽ, പെൺകുട്ടികൾ പ്രായം തീണ്ടാരി ആകുന്നതിന് മുമ്പ് കല്യാണം കഴിപ്പിച്ച് ഇവിടെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു. എന്റെ അമ്മ 7 വയസ്സുള്ളപ്പോൾ മറിച്ചതാണ്. അതുണ്ടായിരുന്നു. തീണ്ടാരി ആകുന്നതിന് മുമ്പ് കല്യാണം കഴിപ്പിച്ച് വിടണമെന്നുണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് ചിലർക്ക് അതുണ്ടായിരുന്നു എന്ന്. ചേച്ചിയുടെ പേര് രാജമ്മ. ചേച്ചി എന്നാ പോയത്? 2000 ജനുവരി അല്ല സെപ്റ്റംബർ 9ാം തീയതി. ഓ, ചേച്ചി ഏത് നാട്ടുകാരിയായിരുന്നു? പാമ്പാടി. എങ്ങനെയാ കണ്ടിഷ്ടപ്പെട്ടതാണ്? കണ്ടിഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാല് എന്നെ ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പിന്നെ വിവാഹം കഴിച്ച് മറ്റുള്ളവരെ കൂടെ നമ്മളെന്താ ഉപദ്രവിക്കുന്നത്. പിന്നെ അതുകൊണ്ട് അതിന് മുമ്പ് എനിക്ക് പെങ്ങന്മാരും ആരുമില്ലായിരുന്നു. അന്നേരം എപ്പോഴും ഈ കൂട്ടുകാരുണ്ടല്ലോ, അങ്ങനെ ഒരു കൂട്ടുകാരൻ ഞാനൊരുമായി അവൻ്റെ പെങ്ങളെ എന്നെ സ്നേഹിച്ചു. ഞാൻ സ്നേഹിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ, പെങ്ങന്മാരില്ല എന്നുള്ള, പക്ഷെ അവരെന്നെ പിടിച്ചടിച്ചു. സമയം അവർ വേറെ കല്യാണം കഴിച്ചു. ഞാൻ അതൊന്നും കല്യാണം കഴിക്കുന്നില്ല എന്നും പറഞ്ഞാൽ തിരിഞ്ഞു എൻ്റെ അമ്മയ്ക്ക് തലയ്ക്ക് സുരക്കേട് വന്നു. മൂത്ത പെങ്ങൾ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വിഭ്രാന്തി പോലെ. പിന്നെ അമ്മയെ സന്ദർഭത്തിൽ ഞാൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചു. ഒന്നും മേടിച്ചാൽ കിട്ടുക, ഒന്നും പേടിക്കാതെയാണ് കെട്ടിയത്. അന്ന് കല്യാണത്തിന് ചേട്ടന്റെ ഡ്രസ്സ് എന്തായിരുന്നു? പിന്നെ ഒരു ഡബിള്, ഒരു ഷർട്ട്. ഡബിളെന്ന് പറഞ്ഞാൽ അതിനൊരു 6 മാസം മുമ്പ് ഞാൻ മേടിച്ചതാണ്. ആ ഡബിളും കൂടെ ആ ഡബിളാണ്. അന്ന് ഞാൻ വെള്ളം അടിച്ചു. വെള്ളം അടിക്കും അന്ന്? തെങ്ങിൻ കള്ള് എന്നും കുടിക്കും ഞാൻ. അങ്ങനെയൊക്കെ ആയി. അന്ന് നിൽക്കുകൂടി 67 സെപ്റ്റംബർ 10ാം തീയതിയാണ് കല്യാണം കഴിക്കുന്നത്. 67 സെപ്റ്റംബർ 10ാം തീയതി. ഞാൻ ജയിച്ചിട്ടില്ല. 67 സെപ്റ്റംബർ 9ാം തീയതി കുടി നിർത്തി. 67 സെപ്റ്റംബർ 9ാം തീയതി കല്യാണത്തിന് മുമ്പത്തെ ദിവസം നിർത്തി. നല്ല കാര്യം. അതെന്ന് വെച്ചാൽ, അപ്പൊ ഈ ഷർട്ട് എന്ന് പറഞ്ഞാൽ കൈയുള്ള ഷർട്ടായിരുന്നോ? ഓ, ഇങ്ങനെയുള്ള ഷർട്ട്. അപ്പൊ അന്ന് ഷർട്ട് തയ്ച്ചു കിട്ടണത് എവിടെയാ? ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ആള്. തുണി എവിടെ നിന്ന് വാങ്ങിച്ച്? തുണി എനിക്ക് കടയുണ്ട്, അങ്ങോട്ട് കടയുണ്ടായി. ഇന്ന് ആ കടയില്ല. കടയൊന്നുമില്ല. അങ്ങനെയൊക്കെ തോന്നുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അന്ന് ഇപ്പൊ നമ്മള് ഷഡ്ഡി ഇടുന്നുണ്ട്. അന്ന് ഈ ഷഡ്ഡിയുടെ കാലമല്ലല്ലോ, അന്ന് കോണകാണ്. 90% കോണകം. പിന്നെ അതുപോലെ സാമ്പത്തികമുള്ളവർക്ക് ഇങ്ങനെയുള്ള ബന്ധമൊക്കെ വരുമ്പോഴത്തേക്ക് അന്ന് അണ്ടർവെയർ. അല്ല, കാര്യം എന്താണെന്ന് അറിയാം ചേട്ടാ, ഇത് കുറേ അധികം ആൾക്കാർ കാണും. ഇന്നത്തെ ഇപ്പൊ കാശിനെ പോലെ, അല്ലെങ്കിൽ കാശിയുടെ സ്കൂളിൽ പഠിക്കുന്ന പോലെയുള്ള കുട്ടികൾ കാണും.
അവർക്ക് അറിയണം അന്ന് എന്തായിരുന്നു മനുഷ്യൻ എങ്ങനെയാണ് ജീവിച്ചതെന്ന്. പിന്നെ എനിക്ക് വേറൊരു ദൈവാധീനമുണ്ട്. എനിക്ക് ഒത്തിരി ആൾക്കാരുമായിട്ട് നേരത്തെ തന്നെ ബന്ധപ്പെടാൻ പറ്റി. ആദ്യമായിട്ട് ഞാൻ ഈ ഒരു ഉന്നതനായ ഒരാളായിട്ട് ബന്ധപ്പെടുന്നത് 1961 ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. മൈസൂരിന്റെ രാജാവ്, വൊഡയാർ രാജാവ്, വൊഡയാർ ഫാമിലിയാണ് അവര്. കർണാടകത്തിലെ ശരി. അദ്ദേഹം 3 MA പാസ്സായ ആളാണ്. മൈസൂർ രാജാവ് അന്നത്തെ. ചേട്ടനിപ്പോ എന്ത് പ്രായമുണ്ട്? അന്ന് എനിക്ക് 20 വയസ്സുണ്ട്. 20 വയസ്സുണ്ട്. 20 അല്ല, 18 വയസ്സോടുണ്ട്. എന്ന് പറഞ്ഞാൽ 1958 58 60 ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. അദ്ദേഹം ഇവിടെ കേരള പര്യടനത്തിന് വന്നു. പര്യടനം വന്നപ്പോഴത്തേക്ക് അദ്ദേഹമാണ് പിന്നത്തെ ചാർജ് എടുക്കേണ്ട രാജാവായിട്ട്. പിന്നെ അവിടെ മൈസൂർ രാജാവായിട്ട് ചാർജ് എടുക്കണം അദ്ദേഹമാണ്. ഈ ചാർജ് എടുക്കുന്നതിന് 6 മാസം മുമ്പ് അദ്ദേഹം പറഞ്ഞു, എനിക്ക് അധികാരം വേണ്ട. 6 മാസം മുമ്പ് അതിനോട് ഇതെല്ലാം ആഘോഷങ്ങൾ തുടങ്ങുന്നത് എനിക്ക് വേണ്ട, ഞാനത് പ്രതീക്ഷിക്കുന്നത് എനിക്കൊള്ളില്ല, എനിക്ക് ജനസേവനമാണ് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കേരള സന്ദർശനം വന്നു. എന്നാൽ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, പൂർവ്വപ്പുഴ മാതൃമല എന്ന് പറഞ്ഞ പുതിയതായിട്ടുണ്ടായതാ. അന്ന് അവിടെ സന്ദർശിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് വൈക്കം ഗുരുവായൂർ, വൈക്കം ഏറ്റുമാനൂർ ഇതെല്ലാം പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒരു ദിവസം ഇവിടെ തങ്ങണം, വെള്ളൂർ തങ്ങണം. നമ്മൾ എണ്ണ കൗണ്ടറില്ലേ, അവിടെ ഒരു ദിവസം തങ്ങണം. അകത്ത് അമ്പലത്തിന്റെ മതിൽക്കെട്ടിനകത്തുള്ള ഒരു ദിവസം അവിടെ തങ്ങണം. ഇതിനോട് പറഞ്ഞു ഈ ഡോക്ടർ അയ്യോ അതിനെന്താ എത്ര ആകാമെന്നു. അന്നേരം അന്നത്തെ കാലത്തിൽ 10-30 കാറിൻ്റെ അകമ്പടിയോടെ അദ്ദേഹം ഇവിടെ വന്നത്. ഞാൻ വന്നില്ല കഴിഞ്ഞപ്പോഴത്തേക്ക് സന്ധ്യ എല്ലാം ഭയങ്കര ആക്കൂട്ടോ വന്നെല്ലാം പോയി. അന്നേരം ഇവിടെ വ്യാപാരമൊക്കെയാണ്, കട്ടിലും മറ്റും. എന്നാൽ എനിക്ക് കട്ടിലും വേണ്ട, ഒന്നും വേണ്ട. അദ്ദേഹത്തിൻ്റെ ഒരു പുഷ്പമുണ്ട്, ആ പുഷ്പ മതി. അദ്ദേഹത്തിൻ്റെ സേവകനായിട്ട് എന്നെയാണ്. ആ രാജാവിൻ്റെ സേവകനായിട്ട് എന്നെ ഇങ്ങോട്ടൊരുവിനാക്കി. ഇങ്ങനെ ഓരോക്കെ ചോദിച്ചാൽ എനിക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല, ഇന്നവിടേക്കാണ്. എത്ര വരെ പഠിച്ചു? ഞാൻ പറഞ്ഞു 5ാം ക്ലാസ്. അദ്ദേഹത്തിന് അപ്പൊ എങ്ങനെ സംസാരിച്ച അദ്ദേഹമായിട്ട്? ഹിന്ദി അറിയാം, മലയാളം അറിയാം അദ്ദേഹത്തിന്. 20 or 22 ഭാഷ. ചേട്ടൻ എന്തൊക്കെ ഭാഷ അറിയാം? എനിക്ക് മലയാളം മാത്രമേ അറിയാം. മലയാളം മാത്രമേ അറിയുള്ളൂ. അന്ന് ഞാൻ പഠിക്കുന്നത് ഇംഗ്ലീഷാണ്, ഈ അക്ഷരമാല മാത്രം. പക്ഷെ ഞാനിപ്പോ പറയട്ടെ, ചേട്ടൻ മലയാളത്തിൽ സംസാരിക്കുകയാണ്. ഈ മലയാളത്തിൽ സംസാരിച്ചാൽ ഇപ്പൊ ഇതിനകത്ത് അതിന്റെ താഴെ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഭാഷയിൽ കേൾക്കാൻ പറ്റുമോ? അത് ചേട്ടൻ അറിയാവോ? മൊബൈലിൽ അങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്. ചേട്ടൻ ഇപ്പൊ മലയാളത്തിൽ പറയാണ്, ഇപ്പൊ അതിന്റെ ഇതിനകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്, ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ പോകും. അങ്ങനെ ആയി, ലോകം അങ്ങനെ ആയി. ഓഡിയോ അത് തന്നെ. എന്താ മോനെ അത്? ഓഡിയോ ഓട്ടോ ട്രാക്ക്. അദ്ദേഹത്തിന് വളരെ താല്പര്യമായി. പേര് ഓർമ്മയുണ്ട് അദ്ദേഹത്തിന്റെ? തിലക മഹാരാജ. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ലാത്തതാണ്. അയ്യോ അങ്ങനെയല്ല, അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ഒരു ദിവസം ഒരു പ്രാവശ്യം ഓർക്കും. അദ്ദേഹം പറഞ്ഞു, ഞാൻ മഹാരാജാവായ എനിക്ക് ആ സ്ഥാനം വേണ്ട, അത് എനിക്കിതാണ് ഇഷ്ടം, ഞാൻ അങ്ങനെ പോകും. അതുകൊണ്ട് വിഷമിക്കണ്ട, വിദ്യാഭ്യാസമില്ല, ഡിഗ്രി കൊണ്ട് കാര്യമില്ല, നമ്മൾ വിഷമിക്കണ്ട, എന്നും 4 പേരറിയും. എനിക്കൊന്നുമില്ല, ഞാൻ എനിക്കൊന്നുമില്ല, എനിക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞു 4 പേരറിയും എന്നും പറഞ്ഞു എൻ്റെ തലയെ തൊട്ട് അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം ഇന്നും എനിക്കുണ്ട്. അതുപോലെ എനിക്ക് ഒത്തിരി ഉന്നതന്മാരുമായിട്ടാണ്. നമ്മുടെ മള്ളിയൂരിന് വീട്ടില്ല, മള്ളിയൂർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇവിടെയായിരുന്നു. അദ്ദേഹം എന്നെ വളരെ ഇതായിട്ട്. അദ്ദേഹം മള്ളിയൂർ തിരുമേനിയാണ്, ഭാഗവത ഹംസം എന്നറിയപ്പെടുന്നത്. ഇവിടെയായിരുന്നു. ഈ വെള്ളൂരിലെ ആളാണ്. അദ്ദേഹം എനിക്ക് വളരെ എന്നെ അനുഗ്രഹിക്കുന്ന എന്നെ അതുപോലെ അനുഗ്രഹിച്ചു. ഇതുപോലെ ചേട്ടന്റെ വീഡിയോ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? ഉണ്ട്. ഈ ശ്രീചക്രം എന്ന് പറഞ്ഞ ചെറിയ ചാനലുണ്ട്, അവരൊന്നും എടുത്തു.
പിന്നെ ഇട്ടോടെ എനിക്ക് എന്നെ കാണിച്ചു, ഇട്ടോടെ എനിക്ക് അറിയാൻ ഇത് ഇടും. ഇത് ഇട്ടിട്ട് ചേട്ടനെ കൊണ്ടുവന്ന് കാശിക്കുട്ടൻ കാണിക്കും. അല്ല എനിക്ക് കാണുന്നില്ല. അല്ല കാണണം. അപ്പോ തൽക്കാലം നിർത്താം. ഇതിപ്പോ 3ാമത്തെ എപ്പിസോഡ്. അടുത്തത് കണ്ടിന്യൂ ചെയ്യാം. തൽക്കാലം നിർത്താം. കാശിക്കുട്ട കേട്ടാ, അത് കണ്ടിന്യൂ ചെയ്യാം.